സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചുദ്ഘാടനം ചെയ്തു സ്വർഗീയാരാമത്തിലേക്ക് ജനങ്ങൾ ആനയിക്കുമ്പോൾ അതിൽ ഒരു കണ്ണിയാകണമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഇമാമുകളെ പുറകെ പിടിക്കുക. അവനാണ് മതം പഠിച്ചവർ, അവനാണ് ഖുർആൻ പഠിച്ചവർ, അവനാണ് ഹദീസ് പഠിച്ചവർ, അവനാണ് മതത്തിന്റെ ആളുകൾ. ആ പണ്ഡിതന്മാരെ വലിച്ചെറിഞ്ഞ് കണ്ടവന്റെ കൂടെ പോയാൽ നമ്മൾ എത്തുന്നത് ജഹന്നമായ നരകമായിരിക്കും. ഞാനിനി വേണ്ടി വന്നാൽ പിന്നീട് ഇനിയും അത് വിവരിക്കുന്നതാണെന്ന് ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നു. ഇനി അദ്ദേഹം പറയുന്ന മറ്റു കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, പിന്നെ എന്താണ് അദ്ദേഹം പറയുന്നത്? ഇതൊക്കെ പറഞ്ഞിട്ട് അയാൾ പറയുന്നത് വർത്താനുണ്ട്, തർക്കം പാടില്ല എന്ന് വെച്ചോട്ട് തർക്കമൊക്കെ ഉണ്ടാക്കിയിട്ട് 9. എന്നാൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പറയുമ്പോൾ അതിനൊരു സുഖമുണ്ടാവും. പലപ്പോഴും കണ്ടതിനൊക്കെ എതിർക്കുക എന്നുള്ള അതിനെക്കുറിച്ച് തർക്കിക്കുക എന്നുള്ള സ്വഭാവമാണ് നമ്മുടെ അധികം ആളുകളുടെ സ്വഭാവം. അത് മാറ്റിയെടുക്കണം. അതാ നമുക്ക് തർക്കം ഏതായാലും നമുക്ക് നല്ലതല്ല. ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ അറിയാത്തൊരു കാര്യം ഒരാൾ ചെയ്യുന്നതായിട്ട് കണ്ടുകഴിഞ്ഞാൽ ആ കാര്യത്തെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് വിവരമുള്ള ആളോട് പോയിട്ട് ഞാൻ ഇങ്ങനെ ഒരാൾ ചെയ്യുന്നതായിട്ട് കണ്ടു, എന്താണ് അതിന്റെ നിജസ്ഥിതി, ഇസ്ലാമുമായിട്ട് അതിന് വല്ല ബന്ധമുണ്ടോ എന്ന് ചോദിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതിനെക്കുറിച്ച് പഠിക്കൽ ബാധ്യതയാണ്. അതിപ്പോ എല്ലാവർക്കും ബാധ്യത. അതിനെക്കുറിച്ച് പഠിച്ചിട്ട് മനസ്സിൽ നമ്മൾ ചോദിക്കുന്നത് ഇയാൾക്കും ബാധകല്ലേ? അദ്ദേഹം ഒരു കാര്യം കാണുമ്പോഴേക്ക് വിമർശിക്കല. ഇനി അദ്ദേഹം പറയുന്ന ഒരു കാര്യം കേട്ടോ നിങ്ങൾ. അദ്ദേഹം പറയുന്നത് തലശ്ശേരിയുടെ അനാചാരമുണ്ട്. എന്താണത്? 11 ഇനി കൊണ്ടാക്കാം. എന്താ അദ്ദേഹം പറയുന്നത്? ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തെ മറവ് ചെയ്യാൻ പോകുമ്പോൾ വീട്ടിൽ നിന്നൊരു പിടി മണ്ണെടുക്കുന്നുണ്ട്. അത് അനാചാരമാണ്, അതിന് യാതൊരു തെളിവുമില്ല. അത് വെച്ചുകൊടുത്ത ഇങ്ങനെ കവറിലൊക്കെ കൊണ്ടുപോകും. അപ്പോ ഇവിടേക്കുള്ള ഒരു അനാചാരമാണ് വീട്ടുമുറ്റത്തുനിന്ന് ഒരു പിടി മണ്ണെടുത്തിട്ട് പോകും. വീട്ടുമുറ്റത്തുനിന്ന് ഇവിടെ ഉണ്ടല്ലോ, എന്തിനെടുക്കുന്നേ? സ്വന്തം മണ്ണോ? സ്വന്തം മണ്ണാവല്ലോ. വിന്യാസം കണ്ടെങ്കിൽ വാങ്ങി മണ്ണ് വെക്കാൻ പറ്റില്ല. അത് ഏറ്റവും വലിയ അബദ്ധം. വീട്ടുപറ്റുന്ന മണ്ണെടുത്തിട്ട് മയ്യത്തിന്റെ വായിക്കൊണ്ട് വെക്കാൻ പറ്റോ? പാടില്ല. അവൻ 2 അബദ്ധമായി. ഒന്ന് വീട്ടുപറ്റുന്ന മണ്ണെടുത്തതിന്റെ അബദ്ധം, രണ്ടാമത് മയ്യത്തിന്റെ വായിക്കൊണ്ട് വെച്ചിട്ട് ചെയ്യാം. ആ മയ്യത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദുൽമല്ല. 2 ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അത് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സഹാബത്ത് നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. നമ്മുടെ വീട്ടുമുറ്റത്ത് കിടക്കുന്ന മണ്ണിന് അങ്ങനത്തെ പോലീസിൽ പറക്കത്തൊന്നുമില്ല. അതിന്റെ പേരിൽ മയ്യത്തിനെ കൊണ്ടുപോയി വെച്ച് പിന്നെ തലയുടെ കമലിന്റെ അടിയിൽ കൊണ്ടുപോയിട്ട് ആ മണ്ണ് വെച്ചിരുന്നതിന്റെ പേരിൽ മയ്യത്തിന് പ്രത്യേക പുണ്യമൊന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കുക. അത് ഒഴിവാക്കുന്നതിന്റെ മുമ്പ് ഞങ്ങൾക്ക് ചിലവ് പറയാണ്ട് അങ്ങനെ ഒഴിവാക്കിയാൽ പറ്റൂല. അതിനൊക്കെ അടിസ്ഥാനമുണ്ട്. ഇതാ ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ മുഹദ്ദബിലെ 5-ാം വാള്യം 293-ാമത്തെ പേജിലും റൗളയുടെ 2-ാം വാള്യം 135-ാമത്തെ പേജിലും പറയുന്ന ഒരു കാര്യം, യുസ്തഹബു സുന്നത്താണ് അൻ യുവസ്സദ റഅ്സഹു ലബിനതുൻ, മയ്യിത്തിന്റെ തലക്ക് ഒരു ഇഷ്ടിക വെച്ചു കൊടുക്കൽ. പിന്നെ ഇഷ്ടിക എന്ന് പറഞ്ഞുകൊണ്ട് തീയിൽ ചൂടാക്കിയതല്ല, അല്ലാത്ത പച്ച ഇഷ്ടിക കൊണ്ടുപോയി വെക്കൽ. ഔ ഹജറുൻ, അല്ലെങ്കിൽ ഒരു കല്ല് വെച്ചു കൊടുക്കണം. ഔനഹുമ. എന്നിട്ട് ശേഷം പറയുന്നു വയുഫ്ലിയ ബിഖദ്ദിഹിൽ ഐമൻ, മയ്യിത്തിന്റെ വലതുഭാഗത്തെ ചേർത്ത് വെക്കൽ സുന്നത്താണ്. ഇലൽ ലബിനത്തി, ഈ ഇഷ്ടികയിലേക്ക്, വനഹബിയാത് പോലത്തിലേക്ക്. ശേഷം പറയുന്നു ഔ ഇല തുറാബി, അല്ലെങ്കിൽ മണ്ണിലേക്ക്. അപ്പൊ മണ്ണ് പിടിയാക്കിയിട്ട് മയ്യത്തിന്റെ കബറിൽ വെച്ചു കൊടുക്കുന്ന പരിപാടിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അങ്ങനെ വെച്ചു കൊടുക്കൽ സുന്നത്താണ്. മണ്ണിലേക്ക് ചേർത്ത് വെക്കണം എന്നാണ്, ഒരു പിടി മണ്ണെടുത്ത് വെച്ചു കൊടുക്കണം എന്നാണ് മഹാന്മാരായ നമ്മുടെ അസ്ഹാബൊക്കെ പറഞ്ഞത്. അതിന്റെ രൂപം മയ്യത്തിന്റെ കഫം മുടമെല്ലാം മാറ്റിയിട്ട്
ആ കവമ്പുടയുടെ ഉള്ളിൽ അഥവാ മയ്യത്തിന്റെ കവിൾ തട്ടുന്ന രൂപത്തിൽ വെച്ച് എടുക്കുകയാണ് വേണ്ടത്. ഇത് സുന്നത്താണ് എന്ന് ഇമാമുകൾ പറയുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സംശയം, ഈ വീട്ടുമുറ്റത്ത് നിന്നല്ലേ വീട്ടിലെ പറമ്പിൽ നിന്ന് എന്തുകൊണ്ട് എടുത്തുകൊണ്ട് പോകുന്നു എന്നാണ്. അത് അനാചാരമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തലശ്ശേരിക്കാരോട് ഞാൻ പറയുന്നു, ഇവിടെ അബ്ദുൽ മുസ്ലിയാർ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇവിടെ ഒരുപാട് ആലിമീങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരിത് കണ്ടിട്ടുണ്ട്, അവരാരും ഇത് വിമർശിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവര് പഠിപ്പിച്ചിട്ടാണ് അത് ചെയ്തു വരുന്നത്. ഞാൻ ഒരു കാര്യം ആണയിട്ട് മുസ്ലിം സമുദായത്തോട്, പ്രത്യേകിച്ച് തലശ്ശേരിയിലെ ബഹുജനങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ. പൂർവകാലം മുതലേ പണ്ഡിതന്മാരുടെ അംഗീകാരത്തോടെ അറിവോടെ നടന്നു വരുന്ന എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ അടിസ്ഥാനം ഇത് ഉറപ്പിച്ചോളണം. പക്ഷെ അടിസ്ഥാനം മനസ്സിലാക്കാതെ ചിലപ്പോൾ നമ്മളും വിമർശകരായി മാറും. ഞാൻ പറയട്ടെ, വീട്ടിലെ പറമ്പിൽ നിന്ന് മണ്ണ് കൊണ്ടുപോകുന്നതിന്റെ കാരണം എന്താണ്? അത് മണ്ണിന് പ്രത്യേകത ഉള്ളത് കൊണ്ടല്ല, പിന്നെ മറ്റൊന്നുണ്ട്. എന്റെ സ്വന്തം മണ്ണ് തന്നെ എന്റെ കവിളിൽ വെക്കുക എന്ന ഒരു നിർവൃതി അതാർക്കും ഉണ്ടാകില്ലേ? നമ്മൾ തന്നെ കൊണ്ടുപോയ ഒരു വസ്തു ഹജ്ജിന് കൊണ്ടുപോയി അവിടുന്ന് നമ്മുടെ ഭക്ഷണമായി ഉപയോഗിക്കുന്നതും വേറൊരാൾ നമുക്ക് തരുന്നതും അതൊക്കെ വ്യത്യാസമുണ്ട്. മാന്യന്മാരുടെ സ്വഭാവം എന്റെ തന്നെ ആയിരിക്കണം എനിക്കെല്ലാത്തിനും. പഴയ കാലത്ത് എന്റെ ഉപ്പാപ്പമാരുടെ ഒക്കെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, മയ്യത്തിന്റെ കബറിൽ വെക്കുന്ന പലക അത് സൂക്ഷിച്ചു വെക്കാറുണ്ട്. എന്റെ കബറിലേക്ക് എന്ന നിലക്ക് അങ്ങനെ പലതും സൂക്ഷിച്ചു വെക്കാറുണ്ട്. കഫം കൂട വാങ്ങി അലക്കി സൂക്ഷിച്ചു വെച്ച മഹാന്മാരുണ്ട്. അതൊക്കെ അവരുടെ സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അതിന്റെയും പുറമെ തലശ്ശേരിയിലെ ഖബർസ്ഥാനികൾ ഏകദേശവും 1, 2, 3 പ്രാവശ്യം ഒരേ ഖബർ മാന്തിയതാണ്. അല്ലേ തലശ്ശേരിക്കാരെ? അങ്ങനല്ലേ? അതെ. മയ്യത്ത് ഒരു പ്രാവശ്യം മറവ് ചെയ്ത് പിന്നെ അവിടെ മാന്തിയാൽ ആ മണ്ണ് നജസാണ്. മയ്യത്തിന്റെ ശരീരത്തിൽ വയറ്റിലുള്ള നജസും അല്ലാത്ത നജസും ഒക്കെ കലർന്ന മണ്ണ് അത് നജസാണ്. ആ നജസായ മണ്ണെടുത്ത് മയ്യത്തിന്റെ കവിളിൽ വെച്ചു കൊടുക്കുന്നത് മയ്യത്തിനോട് ചെയ്യുന്ന അനാദരവാണ്. നജസാണ് ഈ വെച്ചു കൊടുക്കുന്നത്. ശരീരത്തിൽ നജസ് എടുത്ത് പുരട്ടുന്നത് ഹറാമാണെന്ന് ഗ്രന്ഥങ്ങളിലുണ്ട്. പക്ഷേ എന്ത് ഗ്രന്ഥം? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ചാത്തപ്പരെന്ത് മത്സരാർത്ഥി ചോദിച്ചിട്ടുണ്ട്. ഗ്രന്ഥങ്ങൾ പഠിച്ചാലേ ഇത് മനസ്സിലാവുക. അത് പഠിച്ചവരല്ലേ നമ്മുടെ പൂർവ്വകാല ആലിമീങ്ങൾ, അവരല്ലേ ഇത് ചെയ്ത് നടപ്പിലാക്കിയത്. എന്നിട്ട് എന്താണ് ഇതിന്റെ രഹസ്യമെന്നറിയാതെ ഇദ്ദേഹം അത് അനാചാരമാണ്, അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് ഖാദിയാകാനുള്ള ശ്രമം തലശ്ശേരിക്കാർ തിരിച്ചറിയണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി പറയട്ടെ, ഇനി ഒന്നുകൂടി അയാൾ പറയട്ടെ, തർക്കം പാടില്ല. ഇയാൾ തർക്കം വെച്ചിട്ടിട്ട് അവർ തർക്കം പാടില്ല. നേരത്തെ വെച്ചിട്ട് 9. എന്നാൽ അതിനെ കുറിച്ച് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പറയുമ്പോൾ അതിനൊരു സുഖമുണ്ടാവും. പലപ്പോഴും കണ്ടതിനൊക്കെ എതിർക്കുക എന്നുള്ള അതിനെ കുറിച്ച് തർക്കിക്കുക എന്നുള്ള സ്വഭാവമാണ് നമ്മുടെ അധികം ആളുകളുടെ സ്വഭാവം. അത് മാറ്റിയെടുക്കണം. തർക്കം ഏതായാലും നമുക്ക് നല്ലതല്ല. ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ അറിയാത്തൊരു കാര്യം ഒരാൾ ചെയ്യുന്നതായിട്ട് കണ്ടുകഴിഞ്ഞാൽ ആ കാര്യത്തെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് വിവരമുള്ള ആളോട് പോയിട്ട് ഞാൻ ഇങ്ങനെ ഒരാൾ ചെയ്യുന്നതായിട്ട് കണ്ടു, എന്താണ് അതിന്റെ നിജസ്ഥിതി, ഇസ്ലാമായിട്ട് അതിന് വല്ല ബന്ധമുണ്ടോ എന്ന് ചോദിക്കാൻ നമ്മുടെ ബാധ്യതയാണ്. അതിനെക്കുറിച്ച് പഠിക്കൽ ബാധ്യതയാണ്. മതി. ആ ബാധ്യത നിങ്ങൾ ഇനിയെങ്കിലും നിർവഹിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനിയെങ്കിലും നിങ്ങൾ ആ ബാധ്യത നിർവഹിക്കണം. തലശ്ശേരിയിൽ കാണുന്നതെല്ലാം അനാചാരമാണ്, ഞാനാണ് വലിയ പണ്ഡിതൻ എന്ന ധാരണ നിങ്ങളുടെ പ്രസംഗത്തിൽ തോന്നുന്നുണ്ട്. വിനയപുരസ്സരം ആവശ്യപ്പെടുന്നു, ഒരു സുഹൃത്ത് എന്ന നിലയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ഇത്തരം വിഷയങ്ങൾ പഠിച്ചിട്ടേ ഇനി പറയാൻ പാടുള്ളൂ. പിന്നെ അദ്ദേഹം പറയട്ടെ, മിൻഹാ ഖലഖനാക്കും പറയാൻ പാടില്ല 12. അതൊക്കെ നമ്മുടെ നാട്ടിലെ എവിടെ നടക്കില്ലേ? മിൻഹാ ഖലഖനാ 3 പ്രാവശ്യം ഇടുമ്പോ അതിനെപ്പറ്റി അയാൾ പറയുന്നുണ്ട്. 12 മണ്ണിടുക എന്നുള്ളതാണ്. അതും ഈ നാട്ടിലെ പ്രത്യേകതയുണ്ട്.